സോഷ്യൽ മീഡിയ തുറന്നാൽ വിന്റേജ് സുന്ദരികളുടെ ബഹളമാണ്. മുടി അലസമായി വിടർത്തിയിട്ട് മനോഹരമായ ചിരിയുമായി അവരെങ്ങനെ ഇൻസ്റ്റയും സോഷ്യൽ മീഡിയയും ഭരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഇൻസ്റ്റയിൽ കോളിളക്കം സൃഷ്ടിച്ച ജെമിനിയുടെ ബനാന AI സാരി ട്രെൻഡിനെ കുറിച്ചാണ്. ഈ ട്രെൻഡിനെ കുറിച്ച് അറിയാത്തവരൊന്നും എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാനിടയില്ലെങ്കിലും സംഗതി എന്താണെന്ന് പറഞ്ഞുതരാം. ഗൂഗിളിന്റെ ജെമിനി AI മോഡലിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇമേജ് ജനറേറ്റിംഗ് ടൂളാണ് നാനോ ബനാന. നമ്മൾ നൽകുന്ന പ്രോംപ്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ നൽകുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് ഫോട്ടോ ജനറേറ്റ് ചെയ്ത് തരികയാണ് ജെമിനി. നാനോ ബനാന AI 3D ഫിഗർ ആണ് ഇക്കൂട്ടത്തിൽ ആദ്യം വൈറലായതെങ്കിലും 90കളിലെ ബോളിവുഡ് താരസുന്ദരിമാരെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഷിഫോൺ സാരിയിലെ വിന്റേജ് ലുക്കുകൾ അതിനെ വളരെ പെട്ടെന്ന് തന്നെ മറികടന്നു. ഇപ്പോഴിതാ അതിനെയും മറികടന്ന് സോഷ്യൽ മീഡിയ ഭരിക്കാൻ എത്തിയിരിക്കുകയാണ് ഹഗ് മൈ യങ്ങർ സെൽഫ്. സ്വല്പം നൊസ്റ്റു അടിച്ചുകൊണ്ട് ജെമിനിയുടെ സഹായത്തോടെ കുട്ടിക്കാലത്തെ പുണരാം. ഇതും ഹിറ്റായതോടെ ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഏറ്റവും ജനപ്രിയമായ സൗജന്യ ആപ്പ് ആയിരിക്കുകയാണ് ജെമിനി. 50 കോടിയിലധികമാണത്രേ നാനോ ബനാനയിൽ തയ്യാറാക്കപ്പെട്ട ചിത്രങ്ങളും. സ്വാഭാവികമായും സ്വകാര്യതയെ സംബന്ധിച്ചും സുരക്ഷയെ സംബന്ധിച്ചുമുള്ള ചർച്ചകളും കൊഴുക്കുന്നുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകളെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നാണ് ഗൂഗിൾ നൽകുന്ന ഉറപ്പെങ്കിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡേറ്റ ശേഖരിക്കുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഫോട്ടോകൾ നമ്മൾ അറിയാതെ തന്നെ എഡിറ്റ് ചെയ്യപ്പെടുകയും മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാനും സാധ്യതയേറെയാണ്. ഈ ചിത്രങ്ങൾ മോഡലുകൾ മെച്ചപ്പെടുത്തുന്നതിനും അനലിറ്റിക്സിനും വേണ്ടി ശേഖരിക്കാനും സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലും ആ സിസ്റ്റമോ അതിൽ ലിങ്ക് ചെയ്ത ഏതെങ്കിലും സേവനങ്ങളോ ഹാക്ക് ചെയ്യപ്പെട്ടാൽ നമ്മുടെ ചിത്രങ്ങൾ ഓൺലൈനിൽ ചോർന്നേക്കാം. ഇത്തരത്തിൽ ചോർന്ന ഡേറ്റകൾ ഉപയോഗിച്ച് വ്യാജരേഖ സൃഷ്ടിക്കപ്പെടുകയും കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങൾക്ക് സിൻഡ് ID എന്നറിയപ്പെടുന്ന അദൃശ്യ വാട്ടർമാർക്ക് ഉണ്ടെന്ന് ഗൂഗിൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിലും കൃത്രിമം കാണിക്കാനുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. മറ്റൊന്ന്, സ്വകാര്യ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോണിലെ പ്രൈവസി സെറ്റിംഗിലേക്ക് ഒരു ശ്രദ്ധ വേണമെന്നുള്ളതാണ്. അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ ഉപയോഗിക്കാൻ ആപ്പിന് അനുവാദം നൽകുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം. ജാഗ്രതയോടെ മാത്രമേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവൂ എന്നും സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ പറയുന്നു. ജെമിനി ആപ്പ് വഴി വിന്റേജ് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോഴുണ്ടായ ഞെട്ടിക്കുന്ന അനുഭവം 2 ദിവസം മുമ്പ് ഒരു യുവതി പങ്കുവച്ചിരുന്നു. വിന്റേജ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നൽകിയ ചിത്രത്തിൽ കൈ മറച്ചു വെച്ചിട്ടും ശരീരത്തിലെ മറുക് തിരിച്ചറിഞ്ഞുവെന്നും ആപ്പ് ജനറേറ്റ് ചെയ്ത ചിത്രത്തിൽ മറുകുണ്ടെന്നുമാണ് യുവതി പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലാകുന്നില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും യുവതി മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അതുകൊണ്ട് പാസ്പോർട്ട്, ആധാർ, ലൈസൻസ് എന്നിങ്ങനെയുള്ള രേഖകൾ നൽകാതിരിക്കുക. വ്യക്തമായ മുഖമുള്ള ചിത്രങ്ങൾക്ക് പകരം അവതാർ, കാർട്ടൂൺ അല്ലെങ്കിൽ സ്റ്റൈലൈസ് ചെയ്ത ചിത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. കൗതുകം ലേശം കുറയ്ക്കുക.